വനിതാ ബാസ്കറ്റ്ബോൾ കളിക്കാർക്ക് ഹിജാബ് ധരിച്ച് കളിക്കാനുള്ള അനുവാദം ഉടൻ ലഭിക്കുമെന്ന് നാഷണൽ ഒളിമ്പിക് കമ്മിറ്റീസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷെയ്ഖ് അഹമ്മദ് അൽ ഫഹദ് അൽ സ്വബാഹ് പറഞ്ഞു. ശിരോവസ്ത്രമണിയാതെ കളിക്കാൻ തയ്യാറല്ല എന്ന ഖത്തർ വനിതാ ടീമിന്റെ നിലപാടാണ് അധികൃതരെ പുനരാലോചനയ്ക്ക് നിർബന്ധിച്ചത്. 5 സെന്റിമീറ്ററിലധികം വീതിയുള്ളതൊന്നും കളിക്കുമ്പോൾ തലയിൽ ധരിക്കരുതെന്നാണ് ബാസ്കറ്റ്ബോൾ ഫെഡറേഷന്റെ ചട്ടം. എന്നാൽ ഇസ്ലാമിക മതവിശ്വാസികൾക്ക് ഹിജാബ് ഉൾപ്പെടെയുള്ള ശിരോവസ്ത്രങ്ങൾ ധരിക്കുന്നതിന് നിലവിലുള്ള നിയമപരമായ വിലക്ക് ഉടൻ നീക്കുമെന്ന് അന്താരാഷ്ട്ര ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറൽ പാട്രിക് ബുആമൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. കൊറിയയിലെ ഇഞ്ചിയോണിൽ നടന്ന ഏഷ്യൻ ഗെയിംസിനിടെ ഖത്തറിന്റെ താരങ്ങളോട് ഹിജാബ് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത് വിവാദം സൃഷ്ടിച്ചിരുന്നു. ഹിജാബില്ലാതെ കളിക്കാൻ താൽപ്പര്യമില്ല എന്ന നിലപാട് സ്വീകരിച്ച ഖത്തർ ടീം കളിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. കളിക്കാർക്ക് ഹിജാബ് വിലക്കിയ ഫിബയുടെ നടപടിക്കെതിരെ വ്യാപകമായ വിമർശനവും ഉയർന്നിരുന്നു. ഈ സംഭവങ്ങളാണ് അന്താരാഷ്ട്ര ബാസ്കറ്റ്ബോൾ ഫെഡറേഷനെ പുനരാലോചനയ്ക്ക് നിർബന്ധിച്ചത്. അധികം വൈകാതെ ഹിജാബ് ധരിച്ച് കളിക്കാനുള്ള നിയമപരമായ അനുമതി ലഭിക്കുമെന്ന് അറിയിച്ചത് നാഷണൽ ഒളിമ്പിക് കമ്മിറ്റീസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷെയ്ഖ് അഹമ്മദ് അൽ ഫഹദ് അൽ സ്വബാഹാണ്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. മലർവാടി സലാലയിൽ സംഘടിപ്പിക്കുന്ന നന്മയുടെ കൂട്ടുകാർ എന്ന ക്യാമ്പയിന് തുടക്കമായി. 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുക. നന്മയുടെ കൂട്ടുകാർ എന്ന തലക്കെട്ടിൽ മലർവാടി സലാലയിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന് തുടക്കമായി. ക്യാമ്പയിൻ പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം ബിർള വേൾഡ് സ്കൂൾ പ്രധാന അധ്യാപിക മോൻസി ഉമ്മൻ നിർവഹിച്ചു. IMI ഹാളിൽ നടന്ന ചടങ്ങിൽ സലാല ചീഫ് ടൗൺ പ്ലാനർ KJ ജോർജ് അധ്യക്ഷനായിരുന്നു. കുടുംബവൃക്ഷം തയ്യാറാക്കൽ, നന്മ പുസ്തകം, കലാ കായിക മത്സരങ്ങൾ, പരിസ്ഥിതി പഠനയാത്ര, കുടുംബസംഗമം തുടങ്ങി വിവിധ പരിപാടികളാണ് ക്യാമ്പയിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുകയെന്ന് അബ്ദുള്ള മുഹമ്മദ്, K ഷൗക്കത്ത് അലി എന്നിവർ ക്യാമ്പയിൻ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് വൈസ് പ്രസിഡന്റ് UP ശശീന്ദ്രൻ, KMCC ജനറൽ സെക്രട്ടറി ഹുസൈൻ കാച്ചിലോടി എന്നിവർ ആശംസകൾ നേർന്നു. മോഹൻദാസ് നെല്ലിക്കുന്ന് സ്വാഗതവും വജുഹുൽ ഹലീം നന്ദിയും പറഞ്ഞു. സലാല മ്യൂസിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രാർത്ഥനാ ഗാനത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. ഉദ്ഘാടന പരിപാടിക്ക് ശേഷം വിദ്യാർത്ഥികളുടെ കഥാകഥന മത്സരം നടന്നു. മീഡിയ 1, സലാല. ഒമാനിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ OICCയിൽ നിന്ന് 2 നേതാക്കൾ രാജിവെച്ചു. സെക്രട്ടറി അജിത് പയ്യന്നൂർ, പ്രവർത്തക സമിതി അംഗം ജോൺസൺ ഇരിട്ടി എന്നിവരാണ് രാജിക്കാര്യം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. നേരത്തെ OICC വിട്ടവർക്കും പുറത്താക്കിയവർക്കുമൊപ്പമാണ് രാജിക്കാര്യം അറിയിക്കാൻ അജിത് പയ്യന്നൂർ, ജോൺസൺ ഇരിട്ടി എന്നിവർ വാർത്താസമ്മേളനം നടത്തിയത്. ഒമാനിൽ OICC നിർജ്ജീവമായ സാഹചര്യത്തിലാണ് സംഘടന വിടുന്നതെന്ന് ഇവർ പറഞ്ഞു. കേവലം ഒരു കടലാസ് സംഘടനയായി മസ്കത്ത് OICC മാറിക്കഴിഞ്ഞു. മറ്റു രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു പരിചയമുള്ളവർക്ക് OICCയിൽ അംഗത്വം നൽകാത്തതിലും പ്രതിഷേധമുയർന്നു. നിർജ്ജീവമായിട്ട് OICC എന്ത് പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്? എത്ര പേരെ വിളിച്ചു, എത്ര പേർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്? അത് നിങ്ങൾ തിരക്കിയിട്ടുണ്ട്. എത്ര പേർക്ക് എത്ര വർഷമായിട്ട് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്? ഞാൻ മെമ്പർഷിപ്പിന് കൊടുത്തിട്ട് 1 വർഷമായി, ഇതുവരെ മെമ്പർഷിപ്പിന്റെ ഒരു അനക്കവും ഇല്ല. വാർത്താ സമ്മേളനത്തിൽ വിതരണം ചെയ്ത പത്രക്കുറിപ്പിൽ OICC വിട്ടവർ പ്രിയദർശിനി കൾച്ചറൽ കോൺഗ്രസ് എന്ന സംഘടനയിൽ ചേരുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും രാജിവെച്ച ഭാരവാഹികൾ ഇക്കാര്യം നിഷേധിച്ചു. പ്രിയദർശിനിയായി സഹകരിച്ച് ചെയ്യണോ, അല്ല മറ്റ് കോൺഗ്രസ് ആഭിമുഖ്യമുള്ള ആളുകളുമായി ആലോചിച്ച്, ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരുമായി കൂടിയാലോചിച്ച് ഭാവി പ്രവർത്തനങ്ങൾ തീരുമാനിക്കും. പ്രിയദർശിനി കൾച്ചറൽ കോൺഗ്രസ് നേതാക്കളായ ഉമർ എരമംഗലം, വിദ്യാൻ പണിക്കർ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, മസ്കത്ത്. കുവൈത്തിൽ മലയാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് മന്ത്രി MK മുനീറും കുവൈത്ത് ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിനും ചർച്ച നടത്തി. കരാർ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് കുവൈത്തിൽ കുടുങ്ങിക്കിടക്കുന്ന 400ഓളം നഴ്സുമാർക്ക് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതയെപ്പറ്റി മന്ത്രി ആരായുകയും വേണ്ട സഹായം ചെയ്തു നൽകാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. വിസ തട്ടിപ്പുകൾ നടത്തുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ തടയാൻ ഇന്ത്യൻ ഭരണതലത്തിൽ നടപടികൾ ആവശ്യമാണെന്ന് അംബാസഡർ പറഞ്ഞു. റിയാദ് നഗരസഭ അനധികൃത കച്ചവടക്കാർക്കെതിരെയുള്ള നടപടി കർക്കശമാക്കി. പള്ളികൾ കേന്ദ്രീകരിച്ച് പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ വിൽപ്പന നടത്തുന്നവരെ പരിശോധനയുടെ ഭാഗമായി പിടികൂടിയതായി നഗരസഭാ വൃത്തങ്ങൾ വ്യക്തമാക്കി. വിദേശികളായ 30 തെരുവ് കച്ചവടക്കാരെ വെള്ളിയാഴ്ച വിവിധ പള്ളികളുടെ പരിസരത്ത് നിന്നും പരിശോധനാ വിഭാഗം പിടികൂടി. 2500 പെട്ടി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇവരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെച്ച 12 തെരുവ് കച്ചവടക്കാരെയും പരിശോധനാ വിഭാഗം പിടികൂടിയിട്ടുണ്ട്. ഖത്തറിലെ അബു ഹമൂറിലുള്ള കാത്തലിക് ലേഡി ഓഫ് ചർച്ചിൽ നടന്ന കമ്മ്യൂണിറ്റി മേള ശ്രദ്ധേയമായി. ഖത്തറിൽ കഴിയുന്ന സ്പെയിൻ, കൊളംബിയ, പെറു, ചിലി തുടങ്ങിയ രാജ്യക്കാരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾക്ക് പുറമെ വിവിധ നാടുകളിൽ നിന്നുള്ള വിഭവങ്ങളും മേളയിൽ ഒരുക്കിയിരുന്നു.
വാർത്തകൾ തുടരുന്നു. മസ്കത്തിൽ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന തിരുവനന്തപുരം സ്വദേശി മനോജ് പുഷ്പാങ്കദിനെ നാട്ടിലെത്തിച്ചു. വീൽചെയറിൽ യാത്ര ചെയ്യാനെത്തിയ ഇദ്ദേഹത്തിന് ഓക്സിജൻ സിലിണ്ടർ ഇല്ല എന്ന കാരണം പറഞ്ഞ് ജെറ്റ് എയർവേസ് യാത്ര നിഷേധിച്ചത് മീഡിയ വൺ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഓക്സിജൻ സിലിണ്ടർ ആവശ്യമില്ലെന്ന് ആശുപത്രി അധികൃതർ റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് ഇന്നലെ രാത്രി ഇതേ വിമാനത്തിൽ അദ്ദേഹത്തിന് യാത്ര സാധ്യമായത്. പക്ഷാഘാതം സംഭവിച്ച് ശരീരം തളർന്ന മനോജിന് നാട്ടിൽ ചികിത്സ തുടരേണ്ടി വരും. ഇറോം ശർമിളയുടെ നിരാഹാര സമരത്തിന് 14 വർഷം പൂർത്തിയായ സാഹചര്യത്തിൽ ഖത്തറിലെ സാംസ്കാരിക സംഘടനയായ അടയാളം ഖത്തർ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. സൈനികർക്ക് പ്രത്യേക അധികാരം നൽകുന്ന ആഫ്സ്പ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇറോം ശർമിള മണിപ്പൂരിൽ നടത്തുന്ന സമരം ജനാധിപത്യ പോരാട്ട ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ദോഹയിലെ FCC ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഇറോം ശർമിളയുടെ ജീവിതം ആസ്പദമാക്കി ഓജസ് അവതരിപ്പിച്ച ലേ മഷാലെ നാടകത്തിന്റെ വീഡിയോ പ്രദർശനവും നടന്നു. അറബ് ലോകത്തെക്കുറിച്ച് തെറ്റായ മുൻധാരണകളോടെയല്ല ഇടപെടുന്നത് എന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ മേധാവി ദൗമി ദൗഹ പറഞ്ഞു. അറബ് മേഖലയിൽ മനുഷ്യാവകാശങ്ങൾക്കും സുരക്ഷയ്ക്കും നേരെയുള്ള വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ദോഹയിൽ നടന്ന സമ്മേളനത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഭീകരതയെ ചെറുക്കാനായി കൊണ്ടുവരുന്ന നിയമങ്ങളുടെ മറവിലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നതെന്ന് ആംനസ്റ്റി മേധാവി പ്രതികരിച്ചു. അറബ് ലോകത്ത് മാത്രമല്ല അമേരിക്കയിലും ബ്രിട്ടനിലും ഉൾപ്പെടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും മനുഷ്യാവകാശ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഈ റിപ്പോർട്ടുകൾക്കിടയിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ വിവേചനം കാണിക്കാറില്ലെന്നും സംഘടനയുടെ മിന പ്രോഗ്രാം ഡെപ്യൂട്ടി ഡയറക്ടർ ദൗമി ദൗഹ പറഞ്ഞു. അറബ് മേഖലയിലെ മനുഷ്യാവകാശത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള വെല്ലുവിളികൾ ചർച്ച ചെയ്യാനായി 2 ദിവസമായി ദോഹയിൽ നടന്ന സമ്മേളനത്തിന്റെ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂറോപ്യൻ രാജ്യങ്ങളിൽ 63ഓളം ഭീകര സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ ആംനസ്റ്റി എന്തുകൊണ്ട് അറബ് ലോകത്തെ മാത്രം ലക്ഷ്യം വെക്കുന്നു എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അറബ് ലോകത്ത് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏറ്റവും കുറവ് തുനീഷ്യയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുജീബ് റഹ്മാൻ, മീഡിയ വൺ, ദോഹ. ഖത്തറിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ഷമാൽ റോഡിലെ അൽ സദ് ഏരിയയിലാണ് അപകടമുണ്ടായത്. വൈകുന്നേരം 5 മണിയോടെ തിരക്കേറിയ ഹൈവേയിൽ ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീപിടിക്കുകയായിരുന്നു. തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമായിട്ടില്ല. ആളപായമില്ല എന്നാണ് പ്രാഥമിക വിവരം. പോലീസും അഗ്നിശമന സേനാ വിഭാഗവും നടത്തിയ സമയോചിത ഇടപെടലാണ് വൻ ദുരന്തമൊഴിവാക്കിയത്. ആലിപ്പഴത്തിന്റെ അകമ്പടിയോടെ ഒമാനിൽ വ്യാപക മഴ. ഇന്ന് രാവിലെ ബാത്തിന ഗവർണറേറ്റിലാണ് ശക്തമായ ആലിപ്പഴ വർഷമുണ്ടായത്. റോഡിൽ മഞ്ഞുകട്ടകൾ കണക്കെ നിറഞ്ഞ ആലിപ്പഴങ്ങൾ പെറുക്കാൻ പലരും വാഹനം നിർത്തി പുറത്തിറങ്ങി. മസ്കത്ത്, ബാത്തിന, ഷർഖിയ ഗവർണറേറ്റുകളിൽ സാമാന്യം ശക്തമായ മഴ ലഭിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായാണ് മഴ. UAE റാസൽ ഖൈമ, അബുദാബി എമിറേറ്റുകളിലും മഴ ലഭിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെ അന്തരീക്ഷോഷ്മാവ് താഴ്ന്നിട്ടുണ്ട്. എന്നാൽ ശൈത്യകാലം എത്താൻ ഡിസംബർ 22 വരെ കാത്തിരിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. റാസൽ ഖൈമയിലും മഴയും ആലിപ്പഴ വർഷവും. ഇന്ന് കാലത്താണ് മഴ പെയ്തത്. അബുദാബി, അലൈൻ, ലിവ എന്നിവിടങ്ങളിലും നേരിയ തോതിൽ മഴ പെയ്തു. കാലാവസ്ഥാ വ്യതിയാനം അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി തുടർന്നേക്കും. രാജ്യത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന ശീതക്കാറ്റിനെ തുടർന്ന് അന്തരീക്ഷ ഊഷ്മാവ് ഗണ്യമായ തോതിൽ കുറഞ്ഞതായി കുവൈത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ മുഹമ്മദ് കറം പറഞ്ഞു. രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും പുലർച്ചെ രേഖപ്പെടുത്തിയ കുറഞ്ഞ ചൂട് 7 ഡിഗ്രിയും ഉച്ചസമയങ്ങളിൽ കൂടിയ ചൂട് 24 ഡിഗ്രിയുമാണ്. വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്നുള്ള ശീതക്കാറ്റാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേരിയ തണുപ്പിന് കാരണം. കാറ്റ് ഏതാനും ദിനങ്ങൾ കൂടി തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് രാജ്യത്ത് കാലാവസ്ഥയിൽ മാറ്റം പ്രകടമായത്. കുവൈത്ത് രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച പാർലമെന്റ് കയ്യേറ്റ കേസിൽ അപ്പീൽ കോടതി ഈ മാസം 12-ന് വാദം കേൾക്കും. സംഭവവുമായി ബന്ധപ്പെട്ട് 9 മുൻ MPമാരടക്കം 70 പേരെ കീഴ്ക്കോടതി നേരത്തെ കുറ്റവിമുക്തരാക്കിയിരുന്നു. പ്രമാദമായ കേസിലെ പ്രതികളെ നിരുപാധികം വിട്ടയച്ചത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ അപ്പീൽ കോടതിയെ സമീപിച്ചതോടെയാണ് കേസ് വീണ്ടും പരിഗണനയ്ക്ക് വരുന്നത്. പാർലമെന്റ് കയ്യേറ്റം, പോലീസുമായി ഏറ്റുമുട്ടൽ, പൊതുമുതൽ നശിപ്പിക്കൽ, നിയമവിരുദ്ധമായി സംഘം ചേരൽ, പോലീസിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കയ്യേറ്റം ചെയ്യൽ തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു പബ്ലിക് പ്രോസിക്യൂഷൻ ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. പ്രതിപക്ഷ നേതാക്കളായ മുസല്ലം അൽ ബറാഖ്, വലീദ് തബ്തബായി, ഫൈസൽ അൽ മുസ്ലിം, സാലിമൻ ലംലാൻ, മുബാറക് അൽ വയലാൻ, ജംആൻ അൽ ഹർബഷ്, ഖാലിദ് അൽ താഹൂസ്, മുഹമ്മദ് ഖലീഫ എന്നിവരാണ് കേസിൽ ഉൾപ്പെട്ടിരുന്ന മുൻ MPമാർ. 2011 നവംബർ 16-നാണ് പാർലമെന്റ് കയ്യേറ്റമുണ്ടായത്. തൊട്ടടുത്ത ഡിറ്റർമിനേഷൻ സ്ക്വയറിൽ നടന്ന പ്രതിഷേധ റാലിക്ക് ശേഷം രാത്രി 10 മണിയോടെ മുൻ MPമാരുടെ നേതൃത്വത്തിൽ 100 കണക്കിന് പേർ പാർലമെന്റിലേക്ക് ഇരച്ചുകയറുകയായിരുന്നു. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച കവിതയുടെ രാവ് ഏറെ ശ്രദ്ധേയമായി. മലയാളത്തിലെ പ്രധാന മുൻനിര കവികളുടെ സാന്നിധ്യം, പ്രമുഖ കവികളുടെ കവിതകൾ കേൾക്കാൻ ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്. കാശ്മീരി നടത്തുന്ന
അവിസ്മരണീയ സർഗവിസ്മയത്തിനാണ് താൻ സാക്ഷിയായിരിക്കുന്നതെന്നും ഒരു പൂവ് തേടി വന്നതെനിക്ക് പൂക്കാലം തന്നെ വീണുകിട്ടിയിരിക്കുകയാണെന്നും കാവ്യസന്ധ്യ ഉദ്ഘാടനം ചെയ്ത കവി KG ശങ്കരപ്പിള്ള പറഞ്ഞു. ഇത്തരത്തിലുള്ള സാംസ്കാരിക സൗരഭ്യം കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ മലയാളികൾ നീക്കം നടത്തണമെന്നും അദ്ദേഹം ഉണർത്തി. വഴിയാധാരം എന്ന കവിതയാണ് അദ്ദേഹം ആലപിച്ചത്. തുടർന്ന് പ്രഭാവർമ്മ, അനന്തപത്മനാഭൻ, വേറിടം തുടങ്ങിയ കവിതകൾ ആലപിച്ചു. PP രാമചന്ദ്രൻ ലളിതം, കാറ്റേ കടലേ തുടങ്ങിയ കവിതകൾ ചൊല്ലി. ആലങ്കോട് ലീലാകൃഷ്ണൻ ജിപ്സികൾ എന്ന കവിതയുമായാണ് എത്തിയത്. കുരിപ്പുഴ ശ്രീകുമാർ മുണ്ടുടുക്കുമ്പോൾ ഉപ്പ എന്നീ കവിതകളും V മധുസൂദനൻ നായർ അച്ഛൻ പിറന്ന വീട് എന്ന കവിതയും ആലപിച്ചു. നിറഞ്ഞ കയ്യടികളുടെ അകമ്പടിയോടെയാണ് സദസ്സ് കവിതകളെ വരവേറ്റത്. സദസ്സിലെത്തിയ ഷാർജ രാജ്യാന്തര പുസ്തകമേളയുടെ ഡയറക്ടർ അഹമ്മദ് റക്കാദ് അൽ ആമിദിയെ പൂച്ചെണ്ട് നൽകി ആദരിച്ചു. പുസ്തകോത്സവം എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവ് മോഹൻകുമാർ നന്ദി പറഞ്ഞു. മച്ചിങ്ങൽ രാധാകൃഷ്ണൻ അവതാരകനായിരുന്നു. മീഡിയ 1 ഷാർജ. അന്താരാഷ്ട്ര യാത്രകൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഇന്റർപോളുമായുള്ള സഹകരണത്തിന് ഖത്തർ എയർവേസ് കരാർ ഒപ്പുവെച്ചു. ഇതുപ്രകാരം യാത്രക്കാരുടെ പാസ്പോർട്ടുകൾ ചെക്കിംഗ് നടത്താൻ ഇന്റർപോളിനാവും. ഇതോടെ ചെക്കിംഗ് സംവിധാനം ഉപയോഗിക്കുന്ന ആദ്യ അന്താരാഷ്ട്ര യാത്രാ വിമാന കമ്പനിയായി ഖത്തർ എയർവേസ് മാറി. പ്രമുഖ റെസ്റ്റോറന്റ് ഗ്രൂപ്പായ കാലിക്കറ്റ് നോട്ട്ബുക്ക് UAEയിൽ കൂടുതൽ ശാഖകൾ ആരംഭിക്കും. അബുദാബി കേന്ദ്രമായ ടേബിൾസ് ഫുഡ് കമ്പനിയുമായി സഹകരിച്ചാണ് ഈ പുതിയ വികസനം ലക്ഷ്യമിടുന്നത്. ഇതോടനുബന്ധിച്ച് ദുബായ് ഖിസൈസ് ലുലു ഹൈപ്പർ മാർക്കറ്റിലെ ആദ്യ ശാഖ തിങ്കളാഴ്ച തുറക്കും. വാർത്താസമ്മേളനത്തിൽ കാലിക്കറ്റ് നോട്ട്ബുക്ക് മാനേജിംഗ് ഡയറക്ടർ സതീഷ് കുമാർ, സാജൻ അലക്സ്, വിനയ് ലാൽ, ഗോപി പൂവമ്മുള്ളത്തിൽ, NP വിജയൻ, മൃണാൾ ദാസ് എന്നിവർ സംബന്ധിച്ചു. 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കായി മലർവാടി ഖത്തർ ഘടകം സംഘടിപ്പിച്ച കരകൗശല നിർമ്മാണ ശില്പശാലയിൽ 70-ൽ പരം വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. കലാഭവൻ ഖത്തർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മാത്യുവാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഷിബു ഗോപിനാഥൻ, സലിൽ ജബ്ബാർ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, സൗദ ജബ്ബാർ, രഹല എന്നിവർ പരിപാടി നിയന്ത്രിച്ചു. IS-നെ നേരിടാൻ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാൻ അമേരിക്ക തീരുമാനിച്ചു. ഇതിനായി 1500 സൈനികരെ കൂടി ഇറാഖിലേക്ക് അയക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ നിർദ്ദേശം നൽകി. ഇറാഖിൽ സാന്നിധ്യം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കൂടുതൽ സൈന്യത്തെ പ്രദേശത്ത് വിന്യസിക്കാൻ അമേരിക്ക തീരുമാനിച്ചത്. ഇപ്പോൾ ഇറാഖിലുള്ള 1400 സൈനികർക്ക് പുറമെ 1500 പേരെ കൂടി വിന്യസിക്കാൻ ബരാക് ഒബാമ നിർദ്ദേശം നൽകിയതായി വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. IS-നെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കായി ഈ സാമ്പത്തിക വർഷം മാത്രം $5.6 ബില്യൺ സമാഹരിക്കും. ഇതിൽ $3.4 ബില്യൺ IS-ന് നേരെയുള്ള വ്യോമാക്രമണങ്ങൾക്കാകും ഉപയോഗിക്കുക. ബാക്കി തുക ഇറാഖ് കുർദ് സൈന്യത്തിന് പരിശീലനം നൽകാനായും ചെലവഴിക്കും. ഇറാഖിലുള്ള അമേരിക്കൻ സൈന്യം ആക്രമണത്തിനല്ല പ്രതിരോധത്തിനാണ് പ്രാമുഖ്യം നൽകുന്നതെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുന്നതോടെ പ്രദേശത്തെ അമേരിക്കയുടെ സാന്നിധ്യം ഇപ്പോഴുള്ളതിലും ഇരട്ടിയായി വർദ്ധിക്കും. ഇറാഖ് സർക്കാരിന്റെയും കുർദുകളുടെയും സഹകരണത്തോടെയാണ് അമേരിക്ക IS-നെതിരെ കരയുദ്ധം നടത്തുന്നത്. ഇതിനിടെ ഇറാഖിലെയും സിറിയയിലെയും തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ ഖലീഫുമാരെ നിയമിച്ചതായി IS പ്രഖ്യാപിച്ചു. ഷിയ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ലക്ഷ്യം വെച്ചാണ് IS ആക്രമണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. നയതന്ത്ര വിദഗ്ധരായ ശ്രീ നവാസ് നിസാർ ഡൽഹി സ്റ്റുഡിയോയിൽ, ശ്രീ TP ശ്രീനിവാസൻ ടെലഫോണിൽ, മാധ്യമപ്രവർത്തകനായ ശ്രീ താജ് ആലുവ ഖത്തറിൽ നിന്നും തത്സമയം എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ നവാസ് നിസാർ, നേരിട്ട് പോരാടാനല്ല, അവിടെയുള്ള കുർദിഷ് ഇറാഖ് പട്ടാളക്കാർക്ക് പരിശീലനം നൽകാനാണ് 1500 പേരെ കൂടി അങ്ങോട്ട് അയച്ചിരിക്കുന്നത് എന്നതാണ് അമേരിക്കയുടെ ഔദ്യോഗിക വിശദീകരണം. എന്താണ് കൂടുതൽ ട്രൂപ്പുകളെ അയക്കുന്നതിൻ്റെ രാഷ്ട്രീയം? കൂടുതൽ ട്രൂപ്പുകളെയും കൂടുതൽ ഉപദേശകരെയും ടെക്നോളജിക്കൽ അസിസ്റ്റൻസിനെയൊക്കെ അയക്കുന്നതിൻ്റെ ഒരു സാങ്കത്യവും രാഷ്ട്രീയവും ഒരല്പം നിഗൂഢതയിലുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു ഗെയിം, ഇതൊരു പൊളിറ്റിക്കൽ ഗെയിമായിട്ട് കണ്ടാൽ ഈ ഗെയിം അമേരിക്ക കളിക്കുന്നത്, ഞാൻ പറഞ്ഞത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം നവാസ്. ഓക്കെ, അപ്പോൾ ഈ ഗെയിം അമേരിക്ക കളിക്കുന്നത് സത്യസന്ധമായിട്ടല്ല. അതായത് വളരെ പെട്ടെന്നാണ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറഞ്ഞ ISIS വളരെ പെട്ടെന്ന് തന്നെ ഒരു സൈനിക ശക്തിയായിട്ടും, അതായത് ഒരു ടെറിട്ടോറിയൽ സ്വാധീനമുള്ള സൈനിക ശക്തിയായി മാറിയതിൽ
ഒരു